ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആത്മാർത്ഥമായ മനസ്സോടെ ഞാൻ എന്റെ മോളെ യശോദേ, വരുൺ, ചേച്ചി ഇവിടെ. രാധിക അകത്തുണ്ട്. ഞാൻ രാധിക എന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാണ് വന്നിരിക്കുന്നത്. ഭാര്യയായിട്ടോ? അപ്പൊ ഞാനോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാനും രാധികയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. നിന്നോടല്ലേ പറഞ്ഞു നാളെ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? പറയട്ടെ, ചേച്ചി എന്റെ ജീവിതം ഇല്ലാതാക്കണം നിനക്കല്ലേ? അല്ല മോളെ, ഞാൻ പറയട്ടെ, കാണിക്കുന്നു. മാറ് എന്നെ ഒഴിവാക്കിട്ട് നിനക്ക് ഇവളുമായിട്ട് സുഖമായിട്ട് ജീവിക്കണമല്ലേ? ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. അവിടെ വെറും കാഴ്ചക്കാരിയായി നിനക്ക് ഒന്നും പറയാനില്ല. വരുൺ, പുറത്തിറങ്ങിപ്പോ. ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് രാധികയും കൊണ്ടായിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ അഹങ്കാരവും ധിക്കാരവും ഉണ്ടാക്കി കൊടുത്ത് മുത്തശ്ശി വളർത്തി ഈ മോളില്ലേ, അതെ എന്നോടൊപ്പം എന്നല്ല ഒരു പുരുഷനൊപ്പവും ഒരു ജീവിതം അർഹിക്കാൻ പോകുന്നില്ല. അമ്മേ, രാധികയെ ഇനി ആരും ദ്രോഹിക്കാൻ പാടില്ല. എന്താ തീരുമാനം എന്ന് വെച്ചാ നിങ്ങൾ എടുത്തോ. എല്ലാം തീരുമാനിച്ചിട്ട് നടന്നിരുന്നതല്ലേ? അമ്മേ, അമ്മയ്ക്കിപ്പൊ സമാധാനമായല്ലോ. ലോകത്തിലെ ഏറ്റവും നന്മയുള്ളവളെ അല്ലേ കണ്ടെടുത്തോണ്ടൊന്ന് വളർത്തിയത്. പറ്റുമെങ്കിൽ എന്നെ അങ്ങ് കൊല്ലാൻ പറ മോളോട്. എന്നിട്ട് ഇവളെ അങ്ങ് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കും. മോളെ മിണ്ടരുത്. അമ്പലത്തിൽ വെച്ച് നീ വരുണിനോട് പറഞ്ഞതൊക്കെ കേട്ടു നിന്നതാ ഞാൻ. വരുണ് പ്രാണനെ പോലെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്?
ഇന്നും ഇന്നലെയും അല്ല. നീ വരുണിനെ കാണുന്നതിന് മുൻപേ ഇഷ്ടപ്പെട്ടു പോയുള്ള ഞാൻ. അമ്മ, ഇഷ്ടപ്പെട്ടത് തന്നെയാ. അന്വേഷിച്ചു വന്നു തന്നെയാ. അമ്മ, നമ്മളെപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ തീരുമാനം കൊണ്ടല്ലേ ഈ താല എന്റെ കഴുത്തിൽ തന്നെ വീണത്. പറയമ്മ. നീ വാ. മോനെ, സംഭവിച്ചതെല്ലാം തെറ്റാ. ഒരിക്കലും മൂടി വെക്കാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്ത എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ ബാക്കി ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സത്യസന്ധമായ ഇഷ്ടത്തിൽ ഒരു ശരിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. ആത്മാർത്ഥമായ മനസ്സോടെ ഞാൻ എന്റെ മോളെ യശോദേ, ദേവനാരായണനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, കണിമംഗലത്തുനിന്നും പ്രിയങ്ക പടിയിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു.